എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കുന്നതിനേക്കാൾ മുമ്പ് ഫൈനാൻഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിനകത്ത് പേഴ്സണൽ ഫൈനാൻസ്, നോർമൽ ഫൈനാൻസ് കോണ്ടന്റ്, മ്യൂച്വൽ ഫണ്ട്, പോഡ്കാസ്റ്റ്, സ്റ്റോക്സിനെ കുറിച്ചും ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചുള്ള ധാരാളം അപ്ഡേറ്റ്സ് നമ്മൾ തരുന്നതാണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് എന്താണെങ്കിലും തോന്നും, നേരെ സ്ട്രെയിറ്റ് അവേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാളും തൊട്ട് മുമ്പ് ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പിക്ചോറിയലായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഒരു PDF ആയിട്ട് ഒരു ഫുൾ നിങ്ങൾക്ക് ഏത് സമയത്തും റെഫറൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു PDF ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ താഴെ റിയൽ എസ്റ്റേറ്റ് മലയാളം എന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു PDF ഞങ്ങൾ സ്ട്രെയിറ്റ് അവേ നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ താഴെ ഞാനൊരു വാട്സപ്പിൻ്റെ ഒരു ചാനൽ ലിങ്ക് കൊടുത്തേക്കാം. അതെൻ്റെ പേഴ്സണൽ വാട്സപ്പ് ചാനലാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും അതും യൂസ്ഫുൾ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു പുതിയ ഇൻവെസ്റ്ററാണ്, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ ധാരണയില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു 10 പേരുടെ ഒരു ബാച്ചായിട്ട് നമ്മൾ 5 സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ടാവും, പക്ഷേ അതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് എന്താണെങ്കിലും തോന്നും. ആ ഒരു പെർട്ടിക്കുലർ ഫോം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുമ്പോൾ സ്ട്രേറ്റ് അവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കൊച്ചി, ട്രിവാൻഡ്രം, കോയമ്പത്തൂർ, മധുരൈ എന്നൊക്കെ പറഞ്ഞ് സൗത്തിൽ Tier 3 അല്ലെങ്കിൽ Tier 2 എന്നൊക്കെ പറയാൻ പറ്റുന്ന സിറ്റീസ്, KPMGയും അങ്ങനത്തെ പല വലിയ റിസർച്ച് ഓർഗനൈസേഷൻസ് അനുസരിച്ച് അവർ പറയുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സിറ്റീസ് ആണെന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് Tier 1 സിറ്റീസ് ലൈക്ക് ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ എന്നൊക്കെ ആൾക്കാർ ക്രൗഡ് കാരണം കൊണ്ട്, ബുദ്ധിമുട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കാരണം കൊണ്ട് Tier 2, Tier 3 സിറ്റീസിലേക്ക് മാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഷുഡ് ബി വൺ ഓഫ് ദ ബെറ്റർ പ്ലേസസ് ഫോർ യു ടു ഇൻവെസ്റ്റ് ആസ് ഫാർ എസ് റിയൽ എസ്റ്റേറ്റ് ഓർ അപ്പാർട്ട്മെൻറ്റ്സ് ആർ കൺസേൺ. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ്, ട്വിൻ ടവർ പോലത്തെ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ മെട്രോ, അങ്ങനെ പല ഡെവലപ്മെൻറ്റ്സ് ഞാൻ പറയാതെ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ബിൽഡറിൻ്റെ റെപ്യൂട്ടേഷനാണ്. പ്രിഫറബിളി നിങ്ങളൊരു ബിൽഡറിനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ബിൽഡർ ലിസ്റ്റഡ് ആണോ, ആ ലിസ്റ്റഡ് ആണോ എന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ സ്പെസിഫിക്കലി നോക്കണം. പക്ഷേ കേരളത്തിൽ ലിസ്റ്റഡ് അല്ലാത്ത തന്നെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിൽഡേഴ്സ് ഉണ്ട്. സ്കൈലൈൻ, നോവൽ, SFS എന്നൊക്കെ പറയുന്ന കുറേ ലിസ്റ്റഡ് അല്ലാത്ത, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് അല്ലാത്ത ബിൽഡേഴ്സ് കേരളത്തിലുണ്ട്. എന്നാൽ തന്നെ അപ്പോൾ കേരളത്തിലാവുമ്പോൾ ആ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിൽഡേഴ്സ് ആണെങ്കിലും ഓക്കെ. പക്ഷേ പ്രിഫറബിളി പിക്കപ്പ് എ ബിൽഡർ ഹൂ ഈസ് ലിസ്റ്റഡ്. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ പെർട്ടിക്കുലർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് റെറയുടെ രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നും മനസ്സിലാക്കണം. അപ്പോൾ കേരള റെറ എന്ന് മാത്രം നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ പേര് അവിടെ സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, എത്രയൊക്കെ യൂണിറ്റ്സ് വിറ്റുപോയെന്നു, എന്തൊക്കെ ലീഗൽ ഇഷ്യൂസ് അതിനകത്തുണ്ട്, എന്തൊക്കെ ഇൻഡിവിജ്വൽ ക്ലയൻറ്റ്സ് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ ആൾക്കാർ സംസാരിക്കാത്തൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അൺഡിവൈഡഡ് പ്രോപ്പർട്ടി ഷെയർ എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കുമ്പോഴത്തേക്കും ലെറ്റ്സ് സേ നമ്മൾ മേടിക്കുന്ന ഒരു 5 ഏക്കർ, ആ ബിൽഡറിൻ്റെ ടോട്ടൽ സ്പേസ് 5 ഏക്കറാണെന്ന് വിചാരിച്ചോ, അവിടെ 500 അപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് ചുമ്മാ ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് പറയുന്നത്, അങ്ങനെയാണ് നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയുന്നത് 1 സെൻറ്റ് ആയിരിക്കും. കാരണം 5 ഏക്കറുണ്ട്, 500 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റ് ആയിരിക്കും നിങ്ങളുടെ അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എഗ്രിമെൻറ്റിനകത്ത് വളരെ ക്ലിയർലി റിട്ടൺ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. ഇനി ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയുന്നത് 1 സെൻറ്റ് ആണെങ്കിൽ ആ 1 സെൻറ്റിൻ്റെ വില, ലെറ്റ്സ് ഒരു കാക്കനാട് പോലത്തെ ഒരു സ്ഥലത്ത് ഒരു 10 ലക്ഷം രൂപയാണ് 1 സെൻറ്റിൻ്റെ വില എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. 1 സെൻറ്റ് എന്ന് പറയുന്നത് 430 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ 1 സെൻറ്റിൻ്റെ സ്ക്വയർ ഫീറ്റ് 430 സ്ക്വയർ ഫീറ്റ്സ് ആണെങ്കിൽ 1 സ്ക്വയർ ഫീറ്റിന് നിങ്ങൾ എത്ര കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്താൽ, അതായത് 10 lakhs ഡിവൈഡഡ് ബൈ 430 ആയിരിക്കും നിങ്ങളുടെ പെർ സ്ക്വയർ ഫീറ്റ് അൺഡിവൈഡഡ് പ്രോപ്പർട്ടി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ബിൽഡറിനെ എന്നത് മേടിക്കുമ്പോൾ അവർ പറയുന്നതും നിങ്ങളുടെ പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ അൺഡിവൈഡഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൻ്റെ പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസിൻ്റെ ബിലോ ആയിരിക്കണം നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ഇത് ഡിമോളിഷ് ചെയ്യുക, വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് ഈ ലാൻഡ് സെല്ല് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ പോലും നിങ്ങൾ വളരെ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ എന്തായാലും നോക്കണം. കൂടുതലും ആൾക്കാരും സംസാരിക്കാത്തൊരു കാര്യമാണ്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. കാരണം കുറേ ആൾക്കാരിലേക്ക് ഈ വീഡിയോ റീച്ച് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് ജസ്റ്റ് മാറ്റർ ഓഫ് 1 ക്ലിക്ക്.
ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ അപ്പാർട്ട്മെൻറ്റ് മേടിക്കുന്ന സമയത്ത് അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാക്കനാട് പോലത്തെ ഒരു സ്ഥലത്ത് ആണ് നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ് മേടിക്കുകയെന്ന് വിചാരിക്കുക. അവിടെ എംപ്ലോയ്മെൻറ്റ് ടോട്ടൽ ആ ഒരു 5 കിലോമീറ്റേഴ്സ് റേഡിയസിൽ അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 1 lakh ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 lakh എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് യൂണിറ്റ്സ്, അതായത് എത്ര നമ്പർ ഓഫ് ഫ്ലാറ്റ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മളൊരു റിസർച്ച് എന്തായാലും ചെയ്യണം. ആ നമ്പർ 10%-കാളും കൂടുതൽ പോകരുത്. ഐ വിൽ ഗെറ്റ് യു എ ലിറ്റിൽ മോർ സിമ്പിൾ എക്സാമ്പിൾ. 1 lakh ആണ് എംപ്ലോയ്മെൻറ്റ് ടോട്ടൽ ആ 5 കിലോമീറ്റേഴ്സ് റേഡിയസിൽ എംപ്ലോയ്മെൻറ്റ് 1 lakh ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ഏരിയ ആണെങ്കിൽ 10,000 അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമേ ആ ഏരിയയിൽ ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ റെൻ്റൽ ഈൽഡ് കയറി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി പ്രൈസ് നാളെ ഒരു കാലത്ത് മൂവ് ചെയ്യുള്ളൂ. ഈ 10,000 അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 1 lakh എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലത്ത് വരുമ്പോൾ 10% നമ്മുടെ പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ 10%-ക്കാൾ മുകളിൽ കൂടുതൽ പോവുകയാണെങ്കിൽ അതിൻ്റെ റെൻ്റൽ ഈൽഡ് എപ്പോഴും ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. റെൻ്റൽ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമതേ കാര്യമായിട്ടുള്ള റെൻ്റൽ ഈൽഡ് നമ്മൾ ഇന്ത്യയിലില്ല, 2.5 to 3% ഉള്ളൂ. അതിൻ്റെ താഴെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റ് റേഷ്യോ വിതിൻ 5 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടൊരു കാര്യമാണ്. അത് 10% കൂടുതൽ പോകരുത്. ഇനി നാലാമത്തെയും ഏറ്റവും അവസാനത്തെയും കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പിക്ക് ചെയ്യുന്ന ബ്രോക്കർ റെറ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കർ ആണോ നോക്കണം. കാരണം നമ്മൾ പല രീതിയിലുള്ള ബ്രോക്കേഴ്സ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു റെറ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കറിനെ പിക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറേ ക്രൈറ്റീരിയസ് അനുസരിച്ച് മാത്രമേ അവർ വർക്ക് ചെയ്യുള്ളൂ. അത് എപ്പോഴും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിരിക്കും. ഡെഫിനറ്റ്ലി അവർക്ക് ബ്രോക്കറേജ് കാര്യം എന്തായാലും ഉണ്ടാകും, പക്ഷേ പ്രൈമറിലി അത് റെഗുലേറ്റഡ് ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലിയും ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കുന്നതിനേക്കാളും തൊട്ട് മുമ്പ് മനസ്സിലാക്കേണ്ടതും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും കോൺഷ്യസ് ആയിട്ട് എഫർട്ട് എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വാല്യൂ ആഡ് ആയിട്ട് തോന്നിയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Until we see next time for the next video. Goodbye.